വയനാട് ചൂരൽമല മുണ്ടക്കായ് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പോകാമെന്ന ഹൈക്കോടതി. ഭൂമി ഏറ്റെടുക്കലിന് 17 കോടി രൂപ കൂടി കെട്ടിവെക്കണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. കൂടുതൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് എൽസ്റ്റൺ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചേരുന്നുണ്ട്. ആന്റണി, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും വയനാട് ഭൂമി ഈ പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കലിൽ ചില അനിശ്ചിതത്വങ്ങൾ അല്ലെങ്കിൽ ചില ആശങ്കകൾ ഉണ്ടാക്കുന്നതായിരുന്നു ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഒരു ഹർജി എന്ന് പറയുന്നത്. അവർ ആവശ്യപ്പെട്ടത് സർക്കാർ നിലവിൽ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ കെട്ടിവെച്ച 26 കോടി രൂപ പോരാ എന്നുള്ളതായിരുന്നു എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ മുന്നിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത്. അവർ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് അവർക്ക് 549 കോടി രൂപ വേണം, അതിൻ്റെ മൂല്യം അത്രത്തോളം വരും എന്നുള്ളതാണ് അവർ പ്രധാനമായും ഉന്നയിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ അത് നൽകാൻ കഴിയില്ലെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു. കാരണം അത്രയും തുക നൽകുന്നത് പ്രായോഗികമല്ല എന്നുള്ളതായിരുന്നു സർക്കാർ നിലപാട്. ഏതായാലും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടക്കാല ഉത്തരവ്, ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിന് ഈ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മാണത്തിന് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോകാം, അതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഹൈക്കോടതി പ്രധാനമായും ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല ഈ 26 കോടി രൂപ, നേരത്തെ 26.51 കോടി രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെക്കാൻ കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് സർക്കാർ കെട്ടിവെച്ചിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് പ്രതീകാത്മകമായി ഭൂമി ഏറ്റെടുത്ത ടൗൺഷിപ്പ് നിർമ്മാണവുമായി മുന്നോട്ട് അതിന്റെ തറക്കല്ലിടൽ അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടന്നത്. ഏതായാലും അതിന് പിന്നാലെയാണ് എൽസ്റ്റൺ കൂടുതൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ ഈ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഏതായാലും ഇപ്പോൾ കോടതി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് 17 കോടി രൂപ 26 കോടിക്ക് പുറമെ ഒരു 17 കോടി രൂപ കൂടി കെട്ടിവെക്കണം, ഹൈക്കോടതി രജിസ്റ്ററിയിൽ കെട്ടിവെക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഭൂമി ഏറ്റെടുക്കലുമായി സർക്കാരിന് മുന്നോട്ട് പോകാം, മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു വിധി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെ പറയാനും സാധിക്കും. ഏതായാലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സർക്കാരിന് ഏറ്റവും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഈ ഭൂമി ഏറ്റെടുക്കലുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ 17 കോടി രൂപ കൂടി ഈ ഭൂമി ഏറ്റെടുക്കലിന് കെട്ടിവെക്കണമെന്നൊരു ഉത്തരവ് കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു. ആന്റണി, കൂടുതൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് എൽസ്റ്റൺ നൽകിയ ഹർജിയിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഉണ്ടാകുന്നത്. 17 രൂപ കൂടി കെട്ടിവെക്കണം, അധികം തുക കൂടി കെട്ടിവെക്കണം എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോടതി നിരീക്ഷിച്ചത്? കോടതി ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഇടക്കാല ഉത്തരവ് മാത്രമാണ്. ഈ ഇടക്കാല ഉത്തരവിൽ പ്രധാനമായും ഇതിലൊരു ആശങ്കയുണ്ടായിരുന്നു, ഏതെങ്കിലും തരത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കലിനുമായി അത് തടസ്സം വരുമോ എന്നുള്ളൊരു ആശങ്ക സർക്കാരിനെ സംബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതില്ല. ഭൂമി ഏറ്റെടുത്ത് സർക്കാരിന് ഈ ടൗൺഷിപ്പ് നിർമ്മാണവുമായി മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം തന്നെയാണ് മുന്നോട്ട് വെച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ കോടതി വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് 17 കോടി രൂപ കൂടി കെട്ടിവെക്കണം, അധികമായി കെട്ടിവെക്കണം എന്ന ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സർക്കാരിനും അതിന് വിസമ്മതമില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം സർക്കാർ ഈ കേസ് കോടതിയിൽ വന്ന ഘട്ടത്തിലൊക്കെ അറിയിച്ചിരുന്നു. ന്യായവില കണക്കിലെടുത്ത് കണക്കാക്കി കോടതി ആവശ്യപ്പെട്ടാൽ അത് കെട്ടിവെക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം സർക്കാർ അറിയിച്ചതാണ് ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ ഈ തുക കെട്ടിവെച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും സർക്കാരിന്റെ തീരുമാനം. ഏതായാലും കോടതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 17 കോടി രൂപ കൂടി കെട്ടിവെക്കണം അധികമായി. 26 കോടി നേരത്തെ കെട്ടിവെച്ചതിന് പുറമെയാണ് ഈ 17 കോടി കൂടി കെട്ടിവെക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു തീരുമാനമാണ്. നേരത്തെ എൽസ്റ്റൺ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 78.73 ഹെക്ടർ ഭൂമിയാണ് എൽസ്റ്റൺ ഏറ്റെടുക്കുന്നത്. അതിൽ ഇപ്പോൾ തന്ന 26.51 കോടി രൂപ പര്യാപ്തമല്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത്. 549 കോടി രൂപയുടെ മൂല്യമാണ് ഈ ഭൂമിക്കുള്ളത്. അവിടെ തേയിലച്ചെടികൾ നശിപ്പിക്കപ്പെടും, അതുപോലെ തന്നെ ഫ്ലാറ്റും കെട്ടിടങ്ങളും ഒക്കെ ഉള്ള ഒരു കമ്പനിയുടെ ഫാക്ടറി കെട്ടിടങ്ങൾ അടക്കമുണ്ട്. അപ്പോൾ ആ ഭൂമിക്ക് അത്രയും മൂല്യമുണ്ട് എന്നുള്ളതായിരുന്നു എൽസ്റ്റന്റെ പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ അത്രയും രൂപ കിട്ടണം എന്നുള്ളതായിരുന്നു അവർ മുന്നോട്ട് വെച്ചൊരു ആവശ്യം എന്ന് പറയുന്നത് ഡിവിഷൻ ബെഞ്ചിന്റെ മുൻപാകെ. ഏതായാലും അതിപ്പോൾ കോടതി അംഗീകരിച്ചിട്ടില്ല. പകരം
17 കോടി രൂപ, അതായത് സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഈ ഭൂമിയുടെ വില നിശ്ചയിച്ചത്, അതായത് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വില നിശ്ചയിച്ചത് കഴിഞ്ഞ സമീപകാലത്ത് നടന്ന 10 ഭൂമി ഇടപാടുകളുടെ കണക്കുകൾ പരിശോധിച്ചാണ്. അതായത് ആ കൽപ്പറ്റ പ്രദേശത്ത് നടന്ന 10 ഭൂമി ഇടപാടുകളുടെ സമീപകാല ഇടപാടുകൾ പരിശോധിച്ചാണ് അത്തരത്തിൽ ആ ഒരു വില നിശ്ചയിച്ചത്. ന്യായവില കണക്കാക്കിയാണ് അത്തരത്തിൽ ആ വില നിശ്ചയിച്ചത് എന്നുള്ള കാര്യമാണ് കോടതിയിൽ സർക്കാർ വാദിച്ചത്. ഏതായാലും കോടതിയിൽ സർക്കാർ പറഞ്ഞതുപോലെ തന്നെ ന്യായവില നൽകാൻ കോടതി ആവശ്യപ്പെട്ടാൽ അത് നൽകാമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും അതുപോലെ തന്നെയാണ് 17 കോടി രൂപ ഇപ്പോൾ കെട്ടിവെക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുന്നത്.